ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. അർ-റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയും. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നിറംമാറ്റം എന്ന വിഷയത്തിൽ ദീനിയായ ഒരു സംസാരം നിർവഹിക്കുമ്പോൾ നിറം മാറുന്ന ജീവികളോ ജന്തുക്കളോ അല്ല പ്രസ്താവ്യം എന്നുള്ളത് വളരെ പ്രകടമാണ്. ജീവലോകത്ത് നിറം മാറി പലതും ഒപ്പിക്കുന്ന ജന്തുക്കളുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ മജല്ലത്തുൽ കൗസർ, കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കൗസർ മജല്ലയിൽ ഓന്തുകളെക്കുറിച്ച് ഒരു ഫീച്ചറുണ്ട്. അതിൽ വിവിധ തരം ഓന്തുകൾ, അവയുടെ സവിശേഷതകൾ, ശാരീരിക പ്രത്യേകതകൾ, എന്തുകൊണ്ടവ നിറം മാറുന്നു, ആ വിഷയത്തിൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ. ചില ഓന്തുകൾ നിറം മാറുന്നതിന് പകരം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാല് കടിച്ചു പിടിച്ച് മറ്റൊരു ജീവിയായി
തോന്നുവാൻ വളഞ്ഞു കിടക്കുന്ന വിഷയം, അതേപോലെ ചില ഓന്തുകൾ തങ്ങളുടെ കാതിൽ നിന്ന് രക്തം തെറിപ്പിച്ച് രക്ഷപ്പെടാനുള്ള വഴികളൊപ്പിക്കുന്നത് തുടങ്ങി കുറേ വിഷയങ്ങളുണ്ട്. ജന്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടതിൽ പല പഠനങ്ങളുമുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നിറം മാറ്റം എന്ന് പറഞ്ഞാൽ ആദർശ രംഗത്തുള്ള നിറം മാറ്റമാണ്, ദീനിലുള്ള നിറം മാറ്റമാണ്. വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ആദർശ രംഗത്തുള്ള നിറം മാറ്റം. സത്യത്തിൻ്റെ ആദർശത്തിൽ കാലൂന്നിയ ഒരു മനുഷ്യൻ, തൗഹീദിൽ കാലൂന്നിയ ഒരു മനുഷ്യൻ, സുന്നത്തിൽ കാലൂന്നിയ ഒരു മനുഷ്യൻ നിറം മാറുകയും ഇന്നലെ വരെ തൗഹീദായത് ഇന്ന് ശിർക്കാണെന്ന് പറയുകയും ഇന്നലെ വരെ സുന്നത്തായത് ഇന്ന് ബിദ്അത്താണെന്ന് പറയുകയും ഇന്നലെ വരെ മഅറൂഫായത് നന്മയായത് ഇന്ന് മുൻകർ തിന്മയാണെന്ന് പറയുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ നിറം മാറ്റം എന്ന വിഷയത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതായ വിഷയം. ഇതേറെ ഗൗരവമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏറെ ശ്രദ്ധേയമായി എടുത്തു നൽകിയിട്ടുണ്ട്. അതെന്താണ്? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ കൂഫയിൽ ഉഖബത്ത് ബിൻ അംറും അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തെ ആ സന്ദർഭത്തിൽ സന്ദർശിക്കുന്നുണ്ട്. കൂഫയിൽ വെച്ചാണ് ഹുദൈഫയുടെ മരണം റളിയല്ലാഹു തആല അൻഹു. ഹുദൈഫ സ്വാഹിബു സിറി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കുറേ രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ പ്രമുഖ സഹാബികൾക്ക് പോലും അറിയാത്തതായിരുന്നു. ഉമറിനെ പോലുള്ളവർ വന്ന് ഹുദൈഫയോടാണ് ചോദിക്കാറുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ച രഹസ്യങ്ങളുടെ വിഷയത്തിൽ. ഉദാഹരണത്തിന് കപട വിശ്വാസികളുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു ഓതിക്കൊടുത്തിരുന്നത്. ഉമർ ചെന്ന് ചോദിക്കാറുണ്ട്, ഹുദൈഫ, കപട വിശ്വാസികളുടെ പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ എണ്ണിയിട്ടുണ്ടോ, ഉമറിനെ എണ്ണിയിട്ടുണ്ടോ എന്ന് ഉമർ ഹുദൈഫയോട് ചോദിച്ചിരുന്നു എന്നാണ് വിഷയം. ഹുദൈഫ മഹത്വമേറിയ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം സാഹിബു സിറി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന ഖ്യാതി നേടിയ മഹാരഥനാണ്. ഈ ഹുദൈഫ മരണശയ്യയിൽ കിടക്കുമ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചെന്ന് പറയുകയാണ്, ഔസിന ഹുദൈഫ, നമുക്കൊരു വസിയ്യത്ത് ഓതിയാലും നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും. ഈ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവമ അതാകൽ ഹഖുൽ യഖീൻ, അബൂ മസ്ഊദ്, നിങ്ങൾക്ക് അൽ ഹഖുൽ യഖീൻ എത്തിയിട്ടില്ലേ? എന്താണ് അൽ ഹഖുൽ യഖീൻ? ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ കിതാബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്. അത് നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ? അത് മുറുകെ പിടിച്ചാൽ മതി. പിന്നെ എന്തിനാണ് അതിനപ്പുറം എൻ്റെ ഒരു വസിയ്യത്ത് എന്ന അർത്ഥത്തിലാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. കിതാബും സുന്നത്തും തിരുനബി വിട്ടേച്ചു. ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം അത്രയും പിഴക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിട്ടുണ്ട്. അതിനാൽ ഈ അൽ ഹഖുൽ യഖീൻ നിങ്ങൾക്ക് എത്തിയില്ലേ എന്ന് ഹുദൈഫ ന്യായമായും അബൂ മസ്ഊദിനോട് ചോദിച്ചു. വസിയ്യത്ത് വേണം എന്നതിൽ അബൂ മസ്ഊദ് ഷടിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വസിയ്യത്ത് മരണാസന്നനായി കിടക്കെ അബൂ മസ്ഊദിനോട് ഓതിയത് ഇപ്രകാരമാണ്: ഇഅ്ലം, താങ്കൾ അറിയണം, അന്നമൻ അഅമ ദ്വലാല അൻ തഅരിഫ മാ കുൻത തുൻകിർ
വഅൻ തുൻകിർ മാ കുൻത തഅരിഫ് ഇയ്യാക വത്തലവ്വുൻ ഫീ ദീനില്ലാഹ് ഫഇന്ന ദീനല്ലാഹി വാഹിദ്. ഏറ്റവും അന്ധമായ വഴികേട് അതേതാണ്? അൻ തഅരിഫ മാ കുൻത തുൻകിർ, താങ്കൾ മുൻകറായി തിന്മയായി കണ്ടിരുന്ന ഒന്നിനെ നന്മയായിട്ട് അവതരിപ്പിക്കലാണ്. വഅൻ തുൻകിർ മാ കുൻത തഅരിഫ്, നന്മയായി കണ്ടിരുന്ന ഒന്നിനെ തിന്മയായിട്ട് അവതരിപ്പിക്കലുമാണ്. ഇന്നലെ വരെ നന്മയായി പറഞ്ഞത്, നന്മയാണെന്ന് പ്രസംഗിച്ചത്, നന്മയാണെന്ന് പ്രചണ്ഡമായി പ്രഘോഷിച്ചത് ഇന്ന് തിന്മയാണെന്ന് പ്രഖ്യാപിക്കുക. ഇന്നലെ വരെ തിന്മയാണെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി മറുപടി പറയുകയും അതിനുവേണ്ടി സമയം കൊല്ലുകയും ചെയ്തത് ഇന്ന് നന്മയാണെന്ന് അവതരിപ്പിക്കുക. ഇതാണ് ഏറ്റവും വഴികെട്ട വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും എന്നതാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അബൂ മസ്ഊദിനോട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞത് ഇയ്യാക വത്തലവ്വുൻ, നിറം മാറുന്നത് താങ്കൾ സൂക്ഷിക്കണം. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ സത്യദീനിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ, ദീനുൽ ഇസ്ലാമിൽ നിറം മാറുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ദീനല്ലാഹി വാഹിദുൻ, കാരണം അള്ളാഹുവിൻ്റെ ദീന് അത് ഒന്നാണ്. സത്യത്തിന് ഒരു മുഖമാണ്, ദീനിന് ഒരു മുഖമാണ്, അതിന് ബഹുമുഖങ്ങളില്ല. അതുകൊണ്ട് ഈ ദീനിൽ നിറം മാറുന്നത് നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ചെയ്യുകയുണ്ടായി. ഈ ഒരു തലവ്വുൻ, നിറം മാറ്റമാണ് നമ്മുടെ സംസാരത്തിൻ്റെ വിഷയം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുൽ കലാമിനെ കുറിച്ച്, അഥവാ വചനശാസ്ത്ര പണ്ഡിതന്മാരെ ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഇസ്ലാമിൻ്റെ അഖീദയും ആദർശവും പ്രതിപാദിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പ്രമാണങ്ങൾക്ക് രണ്ടാം സ്ഥാനം നൽകി ബുദ്ധിയെ മുന്നോട്ട് നിർത്തി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് അഹ്ലുൽ കലാം. അവരുടെ നിലപാടിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അഹ്ലുൽ കലാം അക്സറുൻ നാസ് ഇന്തിഖാലൻ മിൻ ഖൗലിൻ ഇലാ ഖൗൽ. വചനശാസ്ത്രത്തിൻ്റെ ആളുകൾ അവർ ഒരു ഖൗൽ അതിനെ മാറ്റി മറ്റൊരു ഖൗലിൽ അതിലേക്ക് മാറുന്നതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ മാറുന്ന ആളുകൾ അഹ്ലുൽ കലാമിൻ്റെ ആളുകളാണ്. വജസ്മൻ ബിൽ ഖൗലി ഫീ മൗദിഇൻ വജസ്മൻ ബിനഖീദിഹി, ഒരു വാക്ക് ഖണ്ഡിതമായി ഒരിടത്ത് അവതരിപ്പിക്കുകയും അതിൻ്റെ നേരെ വിപരീത ആശയം മറ്റൊരിടത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത് അത് വചനശാസ്ത്രത്തിൻ്റെ ആളുകളാണ്. വതക്ഫീരി ഖായിലിഹി ഫീ മൗദിഇൻ ആഖർ, മാത്രമല്ല ഒരിടത്ത് താൻ ഖണ്ഡിതമായി പറഞ്ഞ ഒരു സംഗതി, ശരിയാണെന്ന് പറഞ്ഞൊരു സംഗതി, അത് മറ്റൊരാൾ പറയുമ്പോൾ അയാളെ കാഫിറാക്കുന്ന വിഷയത്തിലും ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിഭാഗമാകുന്നു അഹ്ലുൽ കലാമിൻ്റെ ആളുകൾ. വഹാദ ദലീൽ ആദമിൽ യഖീൻ, ഈ നിറം മാറ്റം, അവസരത്തിനൊത്തുള്ള മാറ്റം, ഇത് യഖീനില്ല എന്നതിൻ്റെ ദലീലാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വിശ്വാസത്തിൽ ദൃഢതയില്ലായ്മ, ഉറപ്പില്ലായ്മ, അതിൻ്റെ ലക്ഷണമാണ് ഇത് എന്നാണ് പറയുന്നത്. ഏത്? ഇന്നലെ വരെ തൗഹീദായി അവതരിപ്പിച്ചത് ഇന്ന് ശിർക്കാണ് എന്ന് അവതരിപ്പിക്കുക, ഇന്നലെ വരെ ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ന് തൗഹീദാണ് എന്ന് അവതരിപ്പിക്കുക, ഇന്നലെ വരെ മഅറൂഫായത് നന്മയായത് ഇന്നത്തെ മുൻകറാവുക, ഇന്നലെ വരെ മുൻകറായത് ഇന്നത്തെ മഅറൂഫാവുക, ഇന്നലെ വരെ ബിറായത് ഇന്ന് ഇസ്മ്, ഇന്നലെ വരെ പുണ്യം ഇന്നത് പാപം, ഇന്നലെ വരെ പാപമായത് ഇന്ന് ബിറാവുക, പുണ്യമാവുക. ഇത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
രീതിയോ മാർഗമോ അല്ല, പ്രത്യുത അത് അഹ്ലുൽ കലാമിൻ്റെ അല്ലെങ്കിൽ ബിദഈ കക്ഷികളുടെ രീതിയാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഒരു രോഗം വളരെ അപകടകരമാണ്. എപ്പോഴാണ് ആദർശത്തിൽ മനുഷ്യർക്ക് നിറം മാറുന്നത്? ആദർശത്തിൽ നിറം മാറുന്നത് പലപ്പോഴും ഭൗതിക സുഖങ്ങളും ഭൗതികതയും മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു റാവി ഉണ്ടായിരുന്നു, ഇമ്രാൻ ഇബ്നു ഹത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാവി. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് അദ്ദേഹം. അപ്പോൾ ആയിഷമ്മയെ കേട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയെ അവരിൽ നിന്ന് പഠിച്ച റാവിയാണ് ഇമ്രാൻ ഇബ്നു ഹത്താൻ. എന്താ അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിയ പണ്ഡിതന്മാർ പറഞ്ഞതെന്നറിയുമോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വക്താവായിരുന്നു അയാൾ. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? ഖവാരിജ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ സ്ത്രീ സുന്ദരിയായിരുന്നു. ഇമ്രാൻ ഇബ്നു ഹത്താൻ അത്രമാത്രം സുന്ദരനായിരുന്നില്ല. കല്യാണം കഴിച്ചപ്പോൾ ഇമ്രാൻ പറഞ്ഞത് അവളെ പറഞ്ഞ് നന്നാക്കാം. കല്യാണം കഴിച്ചാൽ ഒരു വിരിപ്പിൽ കിടക്കുമ്പോൾ സുന്നത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ ബിദ്അത്തിൽ നിന്ന് കരകയറ്റാം എന്നാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് നേർ വിപരീതമാണ്. ഇമ്രാൻ ഇബ്നു ഹത്താനെ ഇവള് പറഞ്ഞ് ഖവാരിജുകളിലേക്ക് കക്ഷി ചേർത്തു. രോഗം പടരാൻ എളുപ്പമുണ്ട്, ആരോഗ്യം പടരാൻ പ്രയാസമാണ്. രോഗം പടർന്നു, ആരോഗ്യം സമ്മാനിക്കാൻ ഇമ്രാന് കഴിഞ്ഞില്ല. ഈ ഇമ്രാൻ ഇബ്നു ഹത്താന്റെ അധോഗതി, അയാൾ ഈ പെണ്ണിന് വേണ്ടി ആദർശം ചുട്ടു എന്ന് മാത്രമല്ല, ഖവാരിജ് പ്രസ്ഥാനത്തിൽ ആളായതിനു ശേഷം ക്രൂരമായ വിനോദങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന മൽഊൻ വധിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ലഅനഹുല്ലാഹ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വാളുകൊണ്ട് വെട്ടുകയാണ് ചെയ്തത്. തലക്ക് വെട്ടി, തല പൊളിഞ്ഞ്. ഇമ്രാൻ ഇബ്നു ഹത്താൻ കവിത പാടി. എന്തിന്? അലിയാരുടെ വിഷയത്തിൽ അനുശോചിച്ചിട്ടല്ല, പിന്നെയോ ഇമ്രാൻ ഇബ്നു ഹത്താൻ ചെയ്ത ധീരതയിൽ അയാളെ പ്രശംസിച്ചിട്ട്. തൻ്റെ വാളുകൊണ്ട് അയാൾ അലിയാരെ വെട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് മാത്രമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാണ് ആ വെട്ട് ഇമ്രാൻ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇമ്രാനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. അബ്ദുറഹ്മാൻ വെട്ടിയത് അള്ളാഹിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇമ്രാൻ തൻ്റെ കവിത പാടിയത്. യാദർബത്തൻ മാ ഉരീദ ബിഹ എന്ന് തുടങ്ങിയിട്ട് വലിയ വെട്ടാണ് ഇട്ടത്. തല പൊളിഞ്ഞു നിന്നിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അത് നോക്കിയിട്ട് പറയാണ്, എത്ര നല്ല വെട്ട്! ഈ വെട്ട് സമ്മാനിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ വാഴ്ത്തി പ്രശംസിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ദുനിയാവ്, അത് പെണ്ണായിരുന്നു. ആ പെണ്ണ് കാരണത്താൽ ആദർശം വിറ്റ ഇമ്രാൻ ഇബ്നു ഹത്താൻ സുന്നത്തിൽ നിന്ന് തെറിച്ചു എന്ന് മാത്രമല്ല, ബിദ്അത്തിൽ പൂണ്ടു പിടിക്കുകയും പിന്നീട് ബിദ്അഈ കക്ഷികൾക്ക് സഹായിയും ശക്തിയും അവരുടെ നീച കൃത്യങ്ങളെ പോലും പ്രശംസിക്കുന്നിടത്ത് അയാൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇമ്രാൻ ഇബ്നു ഹത്താന്റെ ചരിത്രം. വിശദമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ടത് കാണാൻ സാധിക്കും. ഇയാൾ ചൊല്ലിയ കവിതകൾ, ആ കവിതക്ക് മറുപടിയായി കവിത പറഞ്ഞ പണ്ഡിതന്മാർ, അവരുടെ ചരിത്രമൊക്കെ കാണുവാൻ സാധിക്കും. ഇവിടെ പെണ്ണൊരുമ്പെട്ടാൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കഥ പഠിക്കാനല്ല നമ്മൾ ഇത് ഉദ്ധരിച്ചത്. പിന്നെയോ
നിറം മാറ്റത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ ശരിക്കും നമ്മൾ വായിക്കുന്നത്. ആദർശം വിറ്റു, ആദർശം പണയപ്പെടുത്തി. വേറെയും ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുവാനുണ്ട്. ഈജിപ്തിൽ യമനിലെ ഒരു രാജാവിനെക്കുറിച്ച് ഒരു കഥ ഉണ്ട്. രാജാവ് സ്ത്രീലമ്പടനായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കൊട്ടാരത്തിൽ അയാൾക്ക് കുറേ സ്ത്രീകളുണ്ടായിരുന്നു സേവകരായിട്ട്. രാജാവിൻ്റെ പോക്കിത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രി രാജാവിനെ ഉപദേശിച്ചു, രാജാവേ, നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയല്ല. ഈ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ദൂരെ കഴിയുകയാണ് നല്ലത്. മന്ത്രിയുടെ ഉപദേശം കേട്ട രാജാവ് അല്പകാലം ഈ സ്ത്രീകളെ വിട്ടു നിൽക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, എന്താണ് ഇപ്പം ഞങ്ങളെ തേടി നിങ്ങളെത്താത്തത്? പറഞ്ഞു, മന്ത്രിയുടെ ഉപദേശമാണ്. മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊത്തുള്ള ഈ രതിക്രീഡകൾ അത് ഗുണകരമല്ല എന്നുള്ളത്. നിങ്ങളാൽ ഞാൻ വഞ്ചിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊരു പെണ്ണ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മന്ത്രിക്ക് സമ്മാനിക്കും, ഞാൻ മന്ത്രിയുടെ പരിചാരികയായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എങ്കിൽ നീ പോയിക്കോ മന്ത്രിക്ക് പരിചാരികയായിട്ട് എന്ന് പറഞ്ഞു. ഈ പെണ്ണ് വിദഗ്ധയായിരുന്നു. മന്ത്രിക്ക് പരിചാരികയായിട്ട് ഇവൾ പരിലസിച്ചപ്പോൾ അവളുടെ നോട്ടങ്ങളും അവളുടെ പ്രവൃത്തികളുമൊക്കെ മന്ത്രിയെ വീഴ്ത്താൻ പര്യാപ്തമായിരുന്നു. അവളെറിഞ്ഞ വലയിൽ മന്ത്രി വീണു. പിന്നീട് മന്ത്രിക്ക് ഇവളെ വിടാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. മന്ത്രി പലതവണ അവളെ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, പറ്റൂല. പക്ഷെ മന്ത്രിക്ക് കൂടുതൽ ആവേശമായി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു കഴുത സവാരി ആഗ്രഹിക്കുന്ന സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾ 4 കാല് കുത്തി നടക്കണം, ഞാൻ നിങ്ങളുടെ പുറത്ത് കയറിയിട്ട് സഞ്ചരിക്കാം. അപ്പം എന്തും ചെയ്യാൻ തുനിഞ്ഞ മന്ത്രി 4 കാലിൽ നടക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ഇവൾ കഴുതയുടെ പുറത്ത് വിരിക്കുന്ന ജീനി ഇയാളുടെ പുറത്തിട്ട്, മന്ത്രിയുടെ പുറത്തിട്ട്, കഴുതയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മൂക്കയർ മന്ത്രിയുടെ മുഖത്ത് ധരിപ്പിച്ച്, എന്നിട്ട് കയറ് പിടിച്ച് വടിയും പിടിച്ച് മന്ത്രിയുടെ പുറത്ത് കയറിയിട്ട് ഈ പെണ്ണ് സഞ്ചരിക്കുകയാണ്. രാജാവിനെ മന്ത്രി അറിയാതെ വിളിപ്പിച്ചു. മന്ത്രിയെ ഈ രീതിയിൽ കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. മന്ത്രി, എന്ത് പണിയാണിത്? നിങ്ങളൊരു കഴുത എന്നോണം 4 കാലിൽ നടക്കുന്നു, ഇവൾ നിങ്ങളുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നു. നിങ്ങളല്ലേ സ്ത്രീകളെ തൊട്ട് അകന്ന് ജീവിക്കണമെന്ന് എന്നോട് ഉപദേശിച്ചത്, ഇപ്പം എന്തേ പറ്റിയത്? അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു എന്നാണ്, ഇങ്ങനെ ഒരു പരിണിത ഫലം ഉണ്ടാകും എന്ന് ഭയന്നതിനാലാണ് ഞാൻ നിങ്ങളോട് പെണ്ണുങ്ങളിൽ നിന്ന് വിട്ടുകഴിഞ്ഞളയും എന്ന് പറഞ്ഞത് എന്ന് മന്ത്രി പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ദുനിയാവിലെ വിഭവങ്ങൾ ഒക്കെ ഇങ്ങനെയാണ്, മനുഷ്യരെ ചതിയിൽ കൊണ്ടു ചാടിക്കുന്ന, അപകടപ്പെടുത്തുന്ന വിഭവങ്ങളാണ്. അത് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഇவ்விധമൊക്കെ ഉണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ ഇതിലേറെ മോശകരമായ രീതിയിലാണ് ഈ ഭൗതിക വിഭവങ്ങൾ പണിയെടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാ ദിബാനി ജായിആൻ, വിശക്കുന്ന 2 ചെന്നായ്ക്കൾ, ഉർസില ഫി ഗനമിൻ ബിഅഫ്സദ ലനാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി, വിശന്നു വലഞ്ഞ 2 ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നു. എന്താ ഉണ്ടാകുക? വിശന്നു വലഞ്ഞ ചെന്നായ്ക്കൾ ആട്ടിൻ പറ്റത്തിലേക്ക് വിട്ടാൽ ആ ആട്ടിൻ പറ്റത്തെ നശിപ്പിക്കുകയും തിന്നൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെന്നായ്ക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്,
ഈ ചെന്നായ്ക്കൾ ആട്ടിൻപറ്റത്തിൽ വിതക്കുന്ന ഫസാദിനേക്കാൾ ഞാൻ ഭയക്കുന്നത് ഒരു മനുഷ്യന് സമ്പത്തും സ്ഥാനവും ഉണ്ടാക്കുന്ന ഫസാദാണ്. പണം, സ്ഥാനം, ഇവ രണ്ടും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ദീനിനെ, ആദർശത്തെ ഈ ചെന്നായ്ക്കൾ ആട്ടിൻപറ്റത്തിലുണ്ടാക്കുന്ന ഫസാദിനേക്കാൾ വലിയ ഫസാദ് ഉണ്ടാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സമ്പത്തും ഷറഫുമാണ് പറഞ്ഞത്, സ്ഥാനവുമാണ് പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ്. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ആഖിറത്തിൽ ഖേദിച്ച് വിരൽ കടിച്ചിട്ട് പറയല് എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല, എൻ്റെ അധികാരവും എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം, മാലും അധികാരവും, പ്രധാനപ്പെട്ട രണ്ട് ഭൗതിക വിഭവങ്ങളാണ്. അത് മനുഷ്യനെ ആദർശപരമായിട്ട് കൂപ്പുകുത്തിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അത് പറഞ്ഞത്. ആഖിറത്തിൽ വിരൽ കടിക്കുന്ന പാപി ഈ രണ്ട് വിഷയങ്ങളെടുത്ത് വിരൽ കടിക്കുമെന്ന് പറഞ്ഞത്. നിറം മാറ്റം പലപ്പോഴും സംഭവിക്കൽ ഈ രണ്ട് ദുനിയാവ് കാരണത്താലാണ്. ചില ചരിത്ര സംഭവങ്ങളെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. റഹാൽ ഇബ്നു ഉംഫുവ എന്ന് പറയുന്ന വ്യക്തി, റജ്ജാൽ ഇബ്നു ഉംഫുവ എന്നും അദ്ദേഹത്തിന് പറയപ്പെടും. അദ്ദേഹത്തിൻ്റെ വെളിപ്പേരാണ് റഹാലായാലും റജ്ജാലായാലും അത്. അദ്ദേഹത്തിൻ്റെ പേര് നഹാർ എന്നാണ്. ഈ റജ്ജാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. റജ്ജാൽ ഇബ്നു ഉംഫുവ. അയാൾ വിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്, ദീനും പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്കൂട്ടത്തെ കണ്ടു. അബൂ ഹുറൈറയും അബൂ അർവാ ദൗസിയും തുഫൈൽ ഇബ്നു അംറും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൂട്ടത്തിൽ ഒരാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തിലാണെന്ന് പറഞ്ഞ വ്യക്തി ചരിത്രം തെളിയിച്ചത് ഈ റജ്ജാൽ ഇബ്നു ഉംഫുവയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് വലിയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. അതിലൊന്ന് കള്ളപ്രവാചകത്വം വാദിച്ച ആളുകളുടെ രംഗപ്രവേശനമാണ്. ഇസ്ലാമിൽ നിന്നുള്ള റിദ്ദത്ത്, മതപരിത്യാഗം, അതിന് ബഹുമുഖങ്ങളായിരുന്നു. അതിലൊരു മുഖം, പലരും കള്ളപ്രവാചകത്വം വാദിച്ചു, അതോടുകൂടി പലരും അവരുടെ അനുയായികളായി. യമാമയിൽ മുസൈലിമത്തുൽ ഖദ്ദാബ് പ്രവാചകത്വം വാദിച്ചു. അങ്ങനെ മുസൈലിമത്തുൽ ഖദ്ദാബിനോട് ഏറ്റുമുട്ടുവാനും എതിരിടുവാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആളുകളെ നിയോഗിച്ചപ്പോൾ റജ്ജാൽ ഇബ്നു ഉംഫുവ അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, ഞാനും സൈന്യത്തിൻ്റെ കൂടെ പോവുകയാണ്, എനിക്കും യുദ്ധത്തിൽ പങ്കെടുക്കണം. മുസൈലിമക്കെതിരിൽ മുസ്ലിമീങ്ങളെ ശക്തിപ്പെടുത്തുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. യമാമ യുദ്ധത്തിൽ ഖുറാകൾ ധാരാളം പങ്കെടുത്തിരുന്നു. ആരാ ഖുറാ? ഖുർആൻ മനപ്പാടമാക്കിയ, ഖുർആൻ ഓതി കൊടുക്കുന്ന കുറേ ആളുകളെ വിട്ടിരുന്നു. നമ്മുടെ കഥാപാത്രം റജ്ജാൽ ഇബ്നു ഉംഫുവ ഖുർആൻ പഠിച്ച, അത് പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കാനും റജ്ജാലിനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിയോഗിക്കുകയുണ്ടായി. സൈന്യത്തിൽ റാഫി ഇബ്നു ഖുദൈജ് അല്ലെങ്കിൽ ഖദീജ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. യമാമയിൽ എത്തി നോക്കിയപ്പോൾ മുസ്ലിം പക്ഷം ന്യൂനപക്ഷമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികൾ ബഹുഭൂരിപക്ഷവുമാണ്. റജ്ജാൽ ഇബ്നു ഉംഫുവ ഇത് കണ്ടപ്പോൾ മുസ്ലിം സൈന്യം കുറവ്,
മുസൈലിമയും യമാമയിൽ മുസ്ലിമയുടെ അനുയായികളും വളരെ കൂടുതൽ റജ്ജാലിൻ്റെ നിറം മാറാൻ തുടങ്ങി. കാരണം മുസ്ലിമീങ്ങൾ പരാജയപ്പെടും, മുസൈലിമത്തിൽ കെസാബ് ജയിക്കും, യമാമ മുസൈലിമയുടെ കീഴിൽ വരും, അധികാരം കിട്ടും. അധികാരം കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് പലതും ആനുകൂല്യമായിട്ട് കിട്ടും എന്ന് കണ്ട റജ്ജാൽ ഇബ്നു ഊഫുവ മുസൈലിമയുടെ അടുക്കലേക്ക് കൂറുമാറി, നിറം മാറി എന്നുള്ളത് മാത്രമല്ല, മുസൈലിമ നബിയാണ് എന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് മുസൈലിമത്തിൻ്റെ നുബൂവത്തിന് അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ നിർണായക ഘട്ടത്തിൽ ഖുർആൻ പഠിച്ച, ദീൻ അറിയുന്ന ഖാരിയായ ഒരു വ്യക്തി മുസൈലിമ നബിയാണ്, മുസൈലിമക്ക് നുബൂവത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഗൗരവം എത്രയാണ്? ഈ റജ്ജാൽ ഇബ്നു ഊഫുവയുടെ ഈ പ്രഖ്യാപനമാണ് മുസൈലിമയുടെ പക്ഷത്തേക്ക് ആളെ കൂട്ടിയത്. മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയാണ് ഇത് വിളിച്ചു പറയുന്നത് പറഞ്ഞിട്ടാണ് അവിടെ ആളുകൾ കൂടിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തീരുമാനം മുസൈലിമ പരാജയപ്പെടുവാനും മുസൈലിമ വധിക്കപ്പെടാനുമായിരുന്നു. സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളും മഹത്വങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം ഈ റജ്ജാൽ ഇബ്നു ഊഫുവയെ അദ്ദേഹം വധിച്ചു എന്നുള്ളതാണ്. യമാമയിൽ ഖലാസ്, ദീനുമില്ല, ദുനിയാവുമില്ല, ഇഹലോകമല്ല, പരലോകമല്ല. എന്താ കാരണം? ദുനിയാവിന് വേണ്ടി നിറം മാറി എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ? ദീനിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് ഏറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ആദർശത്തിൽ നിറം മാറൽ. അതും ദുനിയാവിന് വേണ്ടി, ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടി. അത് ഇന്ന് ഒരു മധുരമായേക്കും, പക്ഷേ നിത്യമായ കയ്പാണ് അത് സമ്മാനിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ചരിത്ര സംഭവം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നത്, അൽ വജീഹ് ഇബ്നു ദഹാൻ എന്ന് പറയുന്ന ഒരു വ്യാകരണ പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ ആദ്യം ഹംബലി മദ്ഹബിൽ, പിന്നീട് തൻ്റെ ജോലിയും ഭൗതിക വിഭവവും കാക്ഷിച്ച് അദ്ദേഹം മദ്ഹബ് മാറുകയാണ്. ഹനഫി മദ്ഹബിലായി. കാരണം ഹനഫി മദ്ഹബ് അനുസരിച്ച് പറഞ്ഞെങ്കിൽ അന്ന് ജോലി കൊടുക്കുകയുള്ളൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അധികാരം മാറിയപ്പോൾ ഷാഫിയാക്കൾക്ക് പക്ഷം പിടിക്കുന്ന, ഷാഫിഈ മദ്ഹബുകാർക്ക് പക്ഷം പിടിക്കുന്ന ഒരു ഭരണാധികാരി വന്നപ്പോൾ ഈ അൽ വജീഹ് ഞാൻ ഷാഫിഈയാണ് എന്ന് പറഞ്ഞ് മൂന്നാമത് നിറം മാറാൻ തീരുമാനിക്കുകയാണ്. മുഅയ്യിദുദ്ദീൻ അബുൽ ബറകാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിവരം അറിഞ്ഞു. ദുനിയാവിന് വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്, ഈ മാറ്റം. അയാൾ ഒരാളെ നിയോഗിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കവിത എഴുതി തരാം, നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് വജീഹിനെ ഏൽപ്പിക്കണം. എന്തായത്? മൻ മുബല്ലിഗുൻ അന്നിൽ വജീഹ റിസാലതൻ വഇൻ കാന ലാ തുജ്ദി ഇലൈഹി റസായിലു. വജീഹിന് ഒരു കത്ത് കൊടുക്കാൻ ഒരു പൂതിയുണ്ട്. ഈ കത്ത് ആരാണ് വജീഹിനെ ഏൽപ്പിക്കുക? കത്തുകൾ എത്ര എഴുതിയാലും അത് വജീഹിന് ഉപകരിക്കുകയില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഈ ഒരു കത്ത് ആര് വജീഹിനെ ഏൽപ്പിക്കും? എന്താ കത്തിലുള്ളത്? തമദ്ഹബ്ത ലിന്നുഅമാനി ബഅദ ഇബ്നു ഹംബലി വദാലിക ലിമാ അഅവസത്കൽ മആകിലു. ആദ്യം അഹ്മദ് ഇബ്നു ഹംബലിന്റെ മദ്ഹബ് നിങ്ങൾ സ്വീകരിച്ചു. പിന്നീട് തമദ്ഹബ്ത ലിന്നുഅമാൻ, നുഅമാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫത്ത് നുഅമാൻ, അദ്ദേഹത്തിന്റെ മദ്ഹബാണ് നിങ്ങൾ സ്വീകരിച്ചത്. എന്തുകൊണ്ട്? അന്നം നിങ്ങൾക്ക് എമ്പാടിൽ ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾ മദ്ഹബ് മാറിയത്. അല്ലാതെ ഇതിനേക്കാൾ പ്രബലമായ അഭിപ്രായം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ്, വമഖ്തർത ഖൗല ശാഫിഈ തദയ്യുനൻ
ലാകിന്നമാ തുഹ്വി അല്ലദീ മിൻഹു ഹാസിലു വമഖ്തർത ഖൗല ശാഫിഈ തദയ്യുനൻ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കിനെ ദീനായിട്ടല്ല നിങ്ങൾ ഉൾക്കൊണ്ടത്, പിന്നെയോ ലാകിന്നമാ തുഹ്വി അല്ലദീ മിൻഹു ഹാസിലു, നിങ്ങൾ ഈ ഇമാം ഷാഫിയുടെ വാക്ക് സ്വീകരിക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന ഭൗതികത ഇച്ഛിച്ചുകൊണ്ട് മാത്രമാണ്. വഅമ്മ ഖലീലിൻ അൻത ലാ ശക്ക സായിറു ഇലാ മാലികിൻ ഫഫ്തൻ ലിമാ അന ഖായിലു. ഇതുവരെ ഇപ്പം നിങ്ങൾ ഷാഫി മദ്ഹബിലെത്തി. വഅമ്മ ഖലീലിൻ, ഇനി കുറച്ച് കഴിഞ്ഞാൽ അൻത ലാ ശക്ക സായിറു, നിസ്സംശയം നിങ്ങൾ സഞ്ചരിക്കും, ഇലാ മാലികിൻ, എവിടേക്ക്? മാലിക്കി മദ്ഹബിലേക്ക്. ഫഫ്തുൻ ലിമാ അന ഖായിലു, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക എന്ന് അബുൽ ബറക്കാത്ത് മുഅയ്യിദുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ അൽ വജീഹ് ഇബ്നു ദഹാനോട് എഴുതി അറിയിക്കുകയുണ്ടായി എന്നാണ്. ഇവിടെ ദുനിയാവിന് വേണ്ടി നിറം മാറിയ ഒരു വ്യക്തിയെ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തിന്? ദീനാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഈ മാറ്റം, പിന്നെയോ ദുനിയാവും അതിലെ ജോലിയും അതിലെ സമ്പാദ്യവും അതിലെ അന്നവും ആഗ്രഹിച്ചിട്ട് മാത്രമാണ് ഈ മാറ്റം. അത് നല്ലതല്ല, അത് നാശമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ചരിത്രത്തിൽ ഇപ്രകാരം കുറേ സംഭവങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അമവികളുടെ ഖിലാഫത്തിൽ ഭരണാധികാരിയായ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കൊട്ടാരത്തിൽ ഒരു സംഭവം. ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഭരണാധികാരിയായിരിക്കെ കൊട്ടാരത്തിൽ നടന്ന ഒരു സംഭവം. അതെന്താ? ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ സദസ്സിൽ ഇമാം ഇബ്നു ഷിഹാബിന് സുഹ്രിയെ പോലുള്ള ഇമാം സുഹ്രിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഹിഷാം ഒരു ചോദ്യമിട്ട്, അതെന്താ? മനില്ലദീ തവല്ല കിബ്റൽ ഇഫ്ക് ഫി ഹാദിസത്തിൽ ഇഫ്ക്. ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വിഷയത്തിൽ, അപവാദ പ്രചരണത്തിന്റെ വിഷയത്തിൽ ആരാണ് അല്ലദീ തവല്ല കിബ്റഹു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അല്ലദീ തവല്ല കിബ്റഹു. ഈ അപവാദ പ്രചരണത്തിന്റെ മൂക്കയറായിട്ട് അതിൽ മുമ്പനായിട്ട് വർത്തിച്ചതാരാ? ഇതാണ് ചോദ്യം. ആരാ അല്ലദീ തവല്ല കിബ്റഹു? അപവാദ പ്രചരണത്തിന്റെ തലപ്പത്തിരുന്നത് ആരാ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖാണ്. അതിൽ ഇഷ്കാലില്ല. എന്നാലും ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന്റെ ചോദ്യം, ആരാണ് ആ അല്ലദീ തവല്ല കിബ്റഹു? സുലൈമാൻ ബിൻ യസാർ ആ സദസ്സിലുണ്ട്. ചോദിച്ചു ആരാണ്? അപ്പൊ സുലൈമാൻ ബിൻ യസാർ അദ്ദേഹം പറഞ്ഞു ഇബ്നു ഉബൈ, അത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മുനാഫിഖാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഹിഷാം പറഞ്ഞു കദബ്ത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഹുവ അലി ഇബ്നു അബി താലിബ്, അത് അലി ഇബ്നു അബി താലിബാണ്. നഊദു ബില്ലാഹ്. അതായത് ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ചുള്ള അപവാദ പ്രചരണത്തിന്റെ മുൻപന്തിയിൽ നിന്നത് അലിയാണ് എന്ന് ഹിഷാം പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമവികളുടെ ഖിലാഫത്തിലുള്ള അലവികളോടും അബ്ബാസികളോടുമുള്ള ആ വടംവലിയാണ്. അലിയാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സഹിഹായതാണ് ആര് പറഞ്ഞത്? സുലൈമാൻ ബിൻ യസാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പൊ സുലൈമാൻ ബിൻ യസാർ പറഞ്ഞു, ഭരണാധികാരിനോട് നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാം എന്ന് പറഞ്ഞു. മറ്റൊരു ഇമാം ഉണ്ടായിരുന്ന സദസ്സിൽ അയാളോട് ചോദിച്ചു മനില്ലദീ തവല്ല കിബ്റഹു, ആരാണ് അപവാദ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഇബ്നു ഉബയ്യാണ്. അപ്പോഴും ഹിഷാം ബിൻ അബ്ദുൽ മലിക് ആ പണ്ഡിതനെ കളവാക്കി. എന്നിട്ട് പറഞ്ഞു അത് അലിയാണ്. അവസാനം ചോദ്യം ഇമാം സുഹ്രിയുടെ അടുക്കലെത്തി. ഇതെവിടെ? ഇത് ചില്ലറ സ്ഥാനത്തല്ല ഈ ചോദ്യം. രാജകൊട്ടാരത്തിൽ ഭരണാധികാരിയാണ് ചോദിക്കുന്നത്. അന്നത്തെ കൊട്ടാരത്തിൽ പണ്ഡിതന്മാരും ഇരിക്കുന്നുണ്ടാകും, വാളായിട്ട് ജല്ലാദും നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അമവികളുടെ ഖിലാഫത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ച് കൊട്ടാരത്തിൽ ഭരണാധികാരി പറയാണ് ഞാനാണോ അതല്ല മുആവിയാണോ ഉത്തമൻ?
അപ്പം പറഞ്ഞു മുആവിയാണ് ഉത്തമൻ, മുആവിയ സഹാബിയാണ് എന്ന് പറഞ്ഞു. അയാൾ അത് മാത്രമല്ല പറഞ്ഞത്, അയാൾ പറഞ്ഞ് മുആവിയൻ്റെ കാല് കഴുകിയ വെള്ളം നിങ്ങളെക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞു ആ പണ്ഡിതൻ. ഉടനെ ജല്ലാദിനോട് പറയാണ് തല വെട്ടാൻ. ജല്ലാദ് വന്ന് തല വെട്ടി. അപ്പം ഇങ്ങനത്തെ സദസ്സാണ്, ആ സദസ്സിലാണ് ഈ ചോദ്യം. ഭരണാധികാരിൻ്റെ ഇച്ഛയ്ക്ക് പറയണമെങ്കിൽ എന്ത് പറയണം? അലി എന്ന് പറയണം റളിയല്ലാഹു അൻഹു. അതാണ് ഭരണാധികാരി കിട്ടേണ്ട ഉത്തരം. പക്ഷേ പണ്ഡിതന്മാർ സമ്മതിച്ചില്ല. ചോദ്യം ഇമാം സുഹ്രിയുടെ അടുക്കലെത്തി. സുഹ്രിയോട് ചോദിച്ചു, ആരാണ് ആയിഷമ്മയുടെ കുറിച്ചുള്ള അപവാദ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചത്? അപ്പം ഇമാം സുഹ്രി പറഞ്ഞു, ഇബ്നു ഉബൈ. അത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന കപടനാണ്. അപ്പം ഹിഷാം പറഞ്ഞു, ഖദബ്ത്, നിങ്ങൾ പറഞ്ഞത് കളവാണ്. കളവാണെന്ന് പറഞ്ഞപ്പോൾ ഇമാം അവിടെ ഇരുന്നില്ല. ഇമാം ചാടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞത്, അന അക്ദിബ് ല അബാലക്, നിനക്ക് നാശം, ഞാൻ കളവ് പറയുകയോ? വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലൗ നാദാ മുനാദിൻ മിനസ് സമാ അന്നൽ കദിബ ഹലാലുൻ മാ കദബ്ത്. അല്ലാഹുവാണ് സത്യം, വാനലോകത്തിൽ നിന്നൊരു വിളിയാളം വന്നു കളവ് ഹലാലാണെന്ന് പറഞ്ഞിട്ട്, എന്നാലും ഞാൻ കളവ് പറയുകയില്ല. വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാകുന്നു സത്യം. ലഖദ് ഹദ്ദസനി സഈദുൻ വഉർവതു വഉബൈദതു വഅൽഖമതു അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ബിഅന്ന അല്ലദീ തവല്ല കിബ്റഹു ഹുവ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. എന്നിട്ട് ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഇമാം ഇബ്നു ഷിഹാബിൻ സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലാഹുവാണ് സത്യം. സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഉർവത്ത് ഇബ്നു സുബൈർ, ഉബൈദത്ത്, അൽഖമ, ഇവരെല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട്. ആയിഷമ്മയാണ് പറയുന്നത്. ആരാണ് അല്ലദീ തവല്ല കിബ്റഹു? അപവാദ പ്രചരണത്തിന്റെ നെറുകയിൽ നിന്നതാരാ? അതിന് ഇമാമായി വർത്തിച്ചത് ആരാണ്? അത് ഹുവ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ചാടി എഴുന്നേറ്റ് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഭരണാധികാരിയോട് പറഞ്ഞു. അതോടുകൂടി ഭരണാധികാരി ഞെട്ടീനം, അവിടെ ഇരുന്ന് ഒതുങ്ങി എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സാക്ഷിയാണ്. ഏത് വിഷയത്തിൽ ഹക്ക് പറയേണ്ടിടത്ത് ഹക്ക് പ്രഖ്യാപിക്കൽ, അതിൽ ഉറച്ചു നിൽക്കൽ പണ്ഡിത ധർമ്മം. ഭൗതികമായിട്ടുള്ള പ്രകോപനങ്ങളിൽ, പീഡനങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ ഹക്ക് പറയുന്നതിൽ തടസ്സം ഉണ്ടാകാൻ പാടുന്നതല്ല. ഹക്കിൻ്റെ വിഷയത്തിൽ നിറം മാറ്റം അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് പൂർവികരുടെ രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദുനിയാവിൻ്റെ കോണിൽ മനുഷ്യർ പല കോലത്തിലാണ്. ദുനിയാവിന് വേണ്ടി നിറം മാറാൻ നിന്നാൽ നിറം മാറുകയല്ലാതെ ആളുകളുടെ തൃപ്തി ഒരിക്കലും നമ്മളെ തേടി വരില്ല. അത് നേടാൻ പോണ ഒരു സംഗതിയല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ആളുകളുടെ തൃപ്തിയും അള്ളാഹു സമ്പാദിച്ചു കൊടുക്കും, അള്ളാഹുവിൻ്റെ തൃപ്തിയും നൽകും. ഒരു കവി പാടിയ ഒരു കവിതയിൽ രസകരമായ ഒരാശയുണ്ട്. അതെന്താ? കവി പറയാണ് അയാളുടെ ഒരു അനുഭവം. ദഹിക്തു ഫഖാലു അലാ തഹ്തശിം ബകൈതു ഫഖാലു അലാ തബ്തസിം ബസംതു ഫഖാലു യുറാഇ ബിഹാ അബസ്തു ഫഖാലു ബദാ മാ കതം സകത്തു ഫഖാലു ഖലീലുൽ ലിസാൻ നതക്തു ഫഖാലു കസീറുൽ കലിം ഹലിംതു ഫഖാലു സനീഉൽ ജബാൻ വലൗ കാന ദാ ഖുദ്റത്തിൻ ലൻതഖം യഖൂലൂന അശ്ശദ്ദ ഇൻ ഖുൽതു ലാ വമ്മഅതൻ ഇൻ വാഫഖ്തു ഇൻ ഖുൽതു നഅം ഫഅയ്ഖൻതു അന്നി മഹ്മാ അറത് റിദൻ നാസി ലാ ബുദ്ദ മിൻ അൻ ഉദം. എന്താ കവി പറയാണ്? ദഹിക്തു, ഞാൻ ചിരിച്ചു നോക്കി. ഫഖാലു, അപ്പോൾ ആളുകൾ പറഞ്ഞു, അലാ തഹ്തശിം, ലജ്ജല്ലേ, നിനക്ക് ലജ്ജല്ലേ? ചിരിച്ചപ്പോൾ പറയാണ് ലജ്ജല്ലേ. അപ്പം ബകൈതു, ഞാൻ കരഞ്ഞു. ഫഖാലു അലാ തബ്തസിം, അപ്പം ജനങ്ങൾ പറഞ്ഞു നിനക്ക് പുഞ്ചിരിച്ചൂടെ.
ബസംതു, അപ്പൊ ഞാൻ പുഞ്ചിരിച്ചു. ഫഖാലു യുറാഇ ബിഹാ, പുഞ്ചിരിച്ച പറയാണ് കേട്ടോ, ലോകമാന്യത കാട്ടി നടക്കണ്. അബസ്തു, അപ്പൊ ഞാൻ മുഖം ചുളിച്ചു. ഫഖാലു ബദാ മാ കതം, കണ്ടോ ഉള്ളിലുള്ളത് പുറത്തേക്ക് തെളിഞ്ഞത് കണ്ടില്ലേ, മുഖം കൂട്ടി നടക്കണ് എന്ന് പറഞ്ഞു. സക്കത്തു, അപ്പൊ ഞാൻ മൗനം ദീക്ഷിച്ചു. ഫഖാലു ഖലീലുൽ ലിസാൻ, അപ്പൊ പറഞ്ഞു ഭാരമുള്ള നാവിൻ്റെ ആളാ എന്ന് പറഞ്ഞു. നതഖ്തു, അപ്പൊ ഞാൻ സംസാരിച്ചു. ഫഖാലു കസീറുൽ കലീം, വായാടിയാണ് എന്ന് പറഞ്ഞു. ഹലിംതു, ഞാൻ വിവേകിയായി പെരുമാറി. ഫഖാലു സനീഉൽ ജബാൻ, അപ്പൊ ആളുകൾ പറഞ്ഞു ഭീരുവാണ്. വലൗ കാന ദാ ഖുദ്റത്തിൻ ലൻതഖം, കഴിവുണ്ടായിരുന്നുവെങ്കിൽ പകരം വീട്ടുമായിരുന്നു, പക്ഷെ ഭീരുവായതുകൊണ്ടാണ് ഇങ്ങനെ വിവേകത്തിൽ വിവേകം കാണിച്ച് നടക്കുന്നത്. യഖൂലൂന ശദ്ദ ഇൻ ഖുൽതു ല, ഒരു സദസ്സിൽ ഞാൻ ല വേണ്ട എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും ശദ്ദ, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു. വമ്മഅതൻ ഇൻ ഖുൽതു നഅം, നഅം എന്ന് പറഞ്ഞാൽ ഒപ്പം കൂടിയാണ് എന്ന് പറയും. അപ്പൊ കവി പറയാണ് ഫൈഖൻതു അന്നി മഹുമ അറത് റിദന്നാസ് ലാ ബുദ്ദ മിൻ അൻ ഉദം, അപ്പൊ എനിക്ക് ഉറപ്പായി ആളുകളുടെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം വേലത്തരങ്ങൾ ചെയ്താലും, കരഞ്ഞാലും ചിരിച്ചാലും സംസാരിച്ചാലും മൗനം ദീക്ഷിച്ചാലും വിവേകത്തിൽ പെരുമാറിയാലും മുഖം കോട്ടിയാലും പുഞ്ചിരിച്ചാലും ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ആക്ഷേപിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് കവി പറയാണ്. ഇതാണ് ദുനിയാവിൻ്റെ പ്രത്യേകത. അപ്പൊ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ നിറം മാറിയിട്ടുണ്ട് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആക്ഷേപാർഹരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആദർശത്തിൽ ഊന്നിയ ഒരു ജീവിതം അതാണ് നമുക്കുള്ളത് എങ്കിൽ ഈ ദുനിയാവ് നമ്മുടേത് ഭാസുരമാണ്, നമ്മുടെ ആഖിറവും ഭാസുരാണ്. മൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. വല്ലവരും ആഖിറത്തിനെ ഉദ്ദേശിച്ചാൽ അതിനു വേണ്ട ശ്രമങ്ങൾ വിശ്വാസിയായി കൊണ്ട് ചെയ്യുകയും ചെയ്താൽ ഫഉലൈക സഅയുഹും കാന മഷ്കൂറ, അവരുടെ അധ്വാനമാണ് മഷ്കൂറായ അധ്വാനം. അതിനാണ് അള്ളാഹുവിൽ നിന്നുള്ള നന്ദിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലവും ഉണ്ടാവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് നടത്തിയ ഒരു വസിയ്യത്തുണ്ട്. എന്താ? ഇസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, നിങ്ങൾ ക്ഷമിച്ചോളീൻ, നാളെ ഹൗദിൻ കരയിൽ എന്നെ കണ്ടുമുട്ടുവോളം എന്നാണ് പറഞ്ഞത്. എന്തിനാ അൻസാരികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വസിയ്യത്ത് കൊടുത്തത്? ആരാ അൻസാരികൾ? അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അള്ളാഹുവിൻ്റെ പ്രീതി നേടിയവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു വിഭാഗം ആളുകളാണ് അൻസാരികൾ. അവരെപ്പോലുള്ളതായ മഹത്തുക്കൾ അവരുടെ ശേഷം ആരാണ് ഉണ്ടായത്? അങ്ങനെയുള്ള അൻസാരികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്നകും സതൽഖൗന ബഅദി അസ്റതൻ, പല സ്വാർത്ഥതകളും ഈ ദുനിയാവിൻ്റെ പരപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വാർത്ഥ പ്രയോഗങ്ങൾ പലതും കാണും. അതുകൊണ്ട് ഇസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചോളിയും എന്നാ പറഞ്ഞു. ഏതുവരെ? ഹത്താ തൽഖൗനി അലൽ ഹൗദ്, മരണം വരിച്ച് വിചാരണയുടെ മുറ്റത്ത്, അന്ത്യനാൾ സംഭവിച്ചാൽ വിചാരണയുടെ മുറ്റത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും ഹൗദ് ഒരുക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ ഏറ്റവും വലുതും മഹത്തരവുമായ ഹൗദ് ഒരുക്കിയിട്ടുണ്ട്. ആ ഹൗദിൻ കരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പകർന്നു നൽകുന്നവനായിട്ട് നിൽക്കും. ഉമ്മത്തികൾ അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ഹൗദിൽ നിന്നുള്ള പാനീയം സ്വീകരിച്ചിട്ടാണ് പിന്നീട് അവർക്ക് സ്വർഗ്ഗപ്രവേശനം. അവിടെ ഞാനുമായി സന്ധിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചോളിയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് പറഞ്ഞത്. എന്തിന്? ആ ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ കണ്ണ് നട്ട് ദീന് പോയി പോകാതിരിക്കാൻ, ആഖിറം നഷ്ടമാകാതിരിക്കാൻ. ഇത്
അൻസാരികളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരങ്ങളെ സമർപ്പിച്ചവർ, സ്വന്തം ശരീരങ്ങളെക്കാളും സന്തതികളെക്കാളും ഇണകളെക്കാളും സമ്പത്തിനേക്കാളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആദർശത്തിനും പ്രാമുഖ്യം കൽപ്പിച്ചവർ അവരാണ് അൻസാരികൾ. അവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വസിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവത്തിലാണ് സഹോദരന്മാരെ ഈ വസിയ്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മളാരാ? അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യട്ടെ. കാറ്റിൽ ഇളകിപ്പാറുന്ന തൂവലിനെ പോലെയാണ് പലരുടെയും ആദർശവും അഖീദയും. അപ്പം നമ്മൾ എത്രമാത്രം ഗൗരവത്തിലാണ് ഇത്തരം ഉപദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻസബയിൽ അർശിന്റെ തണലേകുന്ന 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലേകും. എന്നിട്ട് പറഞ്ഞു ആ 7 ആളുകളെ: നീതിമാനായ ഭരണാധികാരി, തഖ്വയിൽ വളർന്നു വരുന്ന യുവാവ്, ദാനധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനം ചെയ്യുന്നവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അന്യോന്യം കണ്ടുമുട്ടി സ്നേഹിച്ചവർ, ആ മാർഗത്തിൽ പിരിഞ്ഞവർ, സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് മാടി വിളിച്ചപ്പോൾ, സുഖം പങ്കിടാൻ മാടി വിളിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞോടിയ യുവാവ് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടണല്ലോ എന്നാലോചിച്ച് കരഞ്ഞ ഒരാൾ. ഇവരൊക്കെയാണ് ആ 7 കൂട്ടർ. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ 7 കൂട്ടർ പ്രത്യേകം ആദരിക്കപ്പെടുവാൻ, തണലില്ലാത്ത മഹ്ശറിൽ അർശിന്റെ തണലിൽ സുഖിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ 7 കൂട്ടരുടെയും അവസ്ഥ എടുത്ത് നോക്കി നിങ്ങൾ. ദുനിയാവിൽ അവരുടെ അവസ്ഥ പെട്ടെന്ന് നിറം മാറാനും ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുവാനും പറ്റിയ അവസ്ഥയിലാണുള്ളത്. ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഭരണാധികാരിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തും ചെയ്യാം. പക്ഷെ എന്നാലും അയാൾ നീതിയിൽ വർത്തിച്ചു. ദുനിയാവ് അയാളെ പല തെറ്റിലേക്കും പല അനീതിയിലേക്കും മാടി വിളിക്കുന്നുണ്ട്, പക്ഷേ നീതിയിൽ വർത്തിച്ചു. കണ്ടോ? ദുനിയാവ് അയാൾ ഒരിക്കലും ആദർശത്തിൽ നിന്ന് മാറ്റിയില്ല. രണ്ടാമത്തെ വ്യക്തി വശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത് വളർന്ന ഒരു യുവാവ്. യൗവനം എന്തിൻ്റെ യൗവന? തുടിതുടിപ്പിൻ്റെ യൗവനാണ്, മുന്നേറ്റത്തിൻ്റെ യൗവനാണ്. ഏതൊരു തെറ്റിലേക്കും പെട്ടെന്ന് വീഴാൻ പുരുഷായുസിൽ ഏറ്റവും പറ്റിയ ഒരു സമയമാണ് യൗവനം. അതിന് ആക്കം കൂട്ടുന്ന ആ പീരീഡാണത്. പക്ഷെ എന്നാലും നശാ ഫീ ഇബാദത്തില്ലാഹ്, ദുനിയവിയായിട്ടുള്ള പല വിഭവങ്ങളും തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഒരു പ്രായത്തിലായിട്ടും അതിലേക്കൊന്നും തെറ്റാതെ അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ വളരുകയാണ് യുവാവ്. കണ്ടോ? ആദർശ ദൃഢത, നിറം മാറണില്ല. അതേപോലെ ഒരു സ്ത്രീ, അവൾ ദാത്തു മൻസബിൻ വ ജമാൽ, സുന്ദരിയാണ്. അവൾ മൻസബുള്ള പെണ്ണാണ്, സ്ഥാനമുള്ള പെണ്ണാണ്. അപ്പൊ സൗന്ദര്യം അവളുടേതുണ്ട്. പിന്നെയോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ പിടികൂടിയിട്ട് ശിക്ഷിക്കണ പേടില്ല, കാരണം ഇവൾക്ക് കുറച്ച് സ്ഥാനമുണ്ട്. അപ്പോൾ ഭൗതികമായിട്ട് തെറ്റ് ചെയ്യുവാനുള്ള വകുപ്പൊക്കെയാണ്. പക്ഷെ അയാൾ പറയാണ്, യുവാവ് പറയാണ്, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, പഠിച്ചവനെ ഞാൻ ഭയക്കുന്നു. കണ്ടോ? ആദർശം പണയപ്പെടുന്നില്ല അതിൻ്റെ അവസരം ഉണ്ടായിട്ടും. ഇതേപോലെയാണ് എല്ലാവരും. ദാനം ചെയ്യുന്ന വ്യക്തി, അയാൾക്ക്
പരസ്യമായിട്ട് ദാനം ചെയ്യുന്നതിന് പ്രശ്നമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും ദാനം ചെയ്യുമ്പോൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ദുനിയാവിലെ പ്രലോഭനങ്ങളും അതിലെ പ്രീണനങ്ങളും അതിലെ അവസരങ്ങളും ഒരിക്കലും ആദർശത്തിൽ നിന്ന് മാറുവാൻ കൂട്ടാക്കാതെ, നിറം മാറാൻ സമ്മതിക്കാതെ ഈ ദുനിയാവിൽ ക്ഷമിച്ചും സഹിച്ചും ആദർശത്തിൽ ഊന്നിയ ഒരു ജീവിതം അതുണ്ടായത് കാരണത്താലാണ് ഈ ഏഴ് വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരായി വാഴ്ത്തപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ 7 ആളുകളുടെയും അവസ്ഥ അതാണ്. വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയൻ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫൻ ഇകാലി. ഒരാൾ ഒഴിഞ്ഞിരിക്കുകയാണ്, ആരുമില്ലാത്തടത്ത് ഒഴിഞ്ഞിരിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ചെയ്യാം? എന്തും ചെയ്യാം. രതിക്രീഡകളിൽ കണ്ണു നട്ട് നിഷിദ്ധങ്ങൾ കേട്ട് നിഷിദ്ധങ്ങൾ ചെയ്ത് എന്തും ചെയ്യുക, കാരണം ആരും കാണില്ല. പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? ആളൊഴിഞ്ഞിടത്ത് അള്ളാഹുവിനെ ഓർത്ത് പരലോകത്ത് പടച്ചാനുമായി സന്ധിക്കണമല്ലോ എന്ന് ആലോചിച്ച് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണ്. കണ്ടോ, ഭൗതികമായ സാഹചര്യം ഒരിക്കലും നിറം മാറാൻ സമ്മതിക്കുന്നില്ല. അതിനാലാണ് അള്ളാഹുവിൻ്റെ ആദരവ് വന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ വിഷയം ഇതിൽ കുറേ ചരിത്ര സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുവാൻ, പക്ഷേ സമയം ശുഷ്കമായതിനാൽ ഞാൻ ഉപസംഹരിക്കുകയാണ്. നിറം മാറ്റം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഉള്ള ഒരു വിഷയമാണ്. പൂർവികർ അത് വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക വത്തലവുൻ, നിറം മാറുന്നത് നീ സൂക്ഷിച്ചോ. ഈ നിറം മാറ്റം ദുനിയാവിൻ്റെ വിഷയത്തിലല്ല, ആദർശം പണയപ്പെടുത്തിയിട്ടുള്ളതായ ഭൗതികമായ കോപ്പുകളും വകുപ്പുകളും മനുഷ്യന്മാരുടെ ആദർശത്തിൽ നിന്ന് തെറ്റിക്കുന്ന നിറം മാറ്റമാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെ ആയാൽ ഇന്നലെ വരെ തൗഹീദായത് ഇന്ന് ഷിർക്കാകുന്ന, ഇന്നലെ വരെ മഅറൂഫായത് ഇന്ന് മുൻകറാകുന്ന, ഇന്നലെ വരെ ബിർറായത് ഇന്ന് ഇസ്മ പാപമാകുന്ന ഒരു ദുരന്തം അതുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അഫുവും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ വിഷമതകളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി നേടി സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു മജ്ലിസിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.